പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നവംബർ 4 തീയതിയാണ്, ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. മാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത്. കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട്, ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം. അത് നീ തന്നതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ
മധ്യസ്ഥ പ്രാർത്ഥന, ആയിരക്കണക്കിന് ആരാധന, ദൈവമേ അതെല്ലാം ആസ്തി ഭദ്രത ചെയ്യുന്നു. അങ്ങയുടെ മക്കൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത, ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശ്രയിക്കപ്പെടുന്നു. എൻ്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഇന്നലത്തെ സുവിശേഷ ഭാഗ്യത്തിൻ്റെ രണ്ടാമത് സുവിശേഷ ഭാഗ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അവർ ആശ്വസിപ്പിക്കപ്പെടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളെ പൊതുവെ നോക്കുമ്പോൾ ഇങ്ങനെ നിലയം വിളിച്ച് ഓലി വിട്ട് ഓരോ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനെല്ലാം നിലയം വിളിച്ച് നടക്കുന്ന കുറെ ആൾക്കാരില്ലേ? ഞാൻ കുറെ എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിലും ചില പിള്ളേരെ കണ്ടിട്ടില്ലേ? പിള്ളേര് വെറുതെ എണ്ണുമ്പോൾ നിലവിളിക്കും. കുറച്ച് കഴിയുമ്പോൾ വാവേ എന്ന് പറയുമ്പോൾ പൂർവസ്ഥിതി പ്രാപിക്കും. കൊച്ചു വെറുതെ കിടന്ന് കൂട്ടിക്കിടണേ. ഇതുപോലെ വലിയ മനുഷ്യരുണ്ട് വെറുതെ കിടന്ന് നിലവിളിക്കുന്നവർ. ഈശോയ്ക്ക് ഈ വെറുതെ കിടന്ന് നിലവിളിക്കുന്നവരെ ഭയങ്കര നീരസമാണ്. ഈശോ അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. എല്ലാ കാര്യത്തിലും അളിഞ്ഞ മോന്തമായിട്ട് നിലപിടിച്ച് ആക്കണില്ലേ? നിങ്ങൾക്ക് തോന്നണ്ട ഈ ദൈവത്തിന് അത് വലിയ ഇഷ്ടമാണെന്ന്? നോ നോ നോ. അവർ ഈശോ ഗെറ്റ് ഔട്ട് അടിക്കുന്നത്. ഗെറ്റ് ഔട്ട് അടിക്കണ കേൾക്കാം. മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി. കുഴലൂത്തുകാരെയും കുഴലൂത്തുകാരറിയാല എല്ലാത്തിനെയും. അതായത് സങ്കടം ഇങ്ങനെ കുഴലൂതി ഊതി അല്ലെ? യഹൂദന്മാരെ വീട്ടിലും കാണും ഇതുപോലെ കുറെ ആൾക്കാർ. നമ്മൾ പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡ് ഇടുകയല്ലേ? അപ്പോഴതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ റെക്കോർഡിൻ്റെ അകത്ത് വചനങ്ങളുണ്ട്. ലത്തീൻ കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനം വായിക്കുമായിരുന്നു, പുത്തമ്മാനം വായിക്കുന്നില്ല. അതിൻ്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട്. കുഴലൂതണല്ല, ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കുഴലൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഈശ്വന്തി അവരെ ഗെറ്റ് ഔട്ട് അടിക്കും. അതാണ് വിഷയം. എപ്പോഴും ദൈന്യതയും പറഞ്ഞുകൊണ്ട്, എപ്പോഴും കാറിയും കുവി നിലയും വിളിച്ച് അവതായും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരു ദൈവം അത്ര കണ്ട് അഡ്രസ്സ് ചെയ്യണില്ല. ഇപ്പൊ എന്താ ഈശോ പറയണത്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ആശ്വസിപ്പിക്കപ്പെടും. അപ്പൊ നിങ്ങൾ ഓർക്കും സുവിശേഷത്തില് ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുന്നത്, നമ്മൾ ഉടനെ ഓർക്കും ഇപ്പം നമ്മൾ പോയപ്പോൾ ജോലിയില്ല, വീടില്ല, വീട്ടിൽ മരണം, ഇതിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വിലാപമുണ്ടായി ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല. അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണത്? അത് താഴത്തെ വചനമാണ് എൻ്റെ കീ. എന്താണ്? എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം, കരയണൊക്കെ കൊള്ളാം. കരയുന്നവർ ആശ്വസിപ്പിക്കപ്പെടും. വെറുതെ ഇരുന്നുണ്ട് വീടില്ലേ, ജോലിയില്ലേ, എനിക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണമല്ല. എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം. കാര്യം എല്ലാത്തിനെയും താക്കോൽ കൊണ്ട് അടിയിൽ വെച്ചിരിക്കണം ഈശോ. എന്നെ പ്രതി എന്താണ്? അതിൻ്റെ സുവിശേഷം കൈമാറുന്നതിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷം ജീവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരച്ചില്. അല്ല വയറ്റിപ്പഴപ്പില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയണതല്ല. അതിന് മര്യാദക്ക് അധ്വാനിക്കേണ്ടി വരും. നമ്മൾ ദൈവം സഹായിക്കും. പക്ഷെ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ
ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ, ഇതെല്ലാം കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, എന്നെ പ്രതി. ആ വചനം ഒന്നിട്ട് വായിച്ചേ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുമ്പോൾ അന്ന് കരച്ചിലുണ്ടല്ലോ. അപ്പൊ കരയുന്നവർ അനുഗ്രഹീതർ. പീഡിപ്പിക്കുകയും മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരല്ലേ. ഇപ്പൊ തന്നെ ജൈവികമായി ഈശോയെ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം പുകില ഉണ്ടായത്. അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ, അതിന് കരച്ചിലൊന്നുമില്ല. എന്നാൽ തന്നെയും ആക്ഷേപിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റു പറയുമ്പോൾ ആരും ആക്ഷേപിച്ചാൽ അവർക്ക് മൈൻഡ് ചെയ്യത്തില്ലത്. കാര്യം ആ വിശ്വാസത്തിലേക്ക് അവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ, വരെ കാര്യമൊന്നും ചെയ്തില്ല. അപ്പൊ എന്നെ മനുഷ്യനെ അവഹേളിക്കുകയും അടുത്ത വചനം എന്താ, പീഡിപ്പിക്കുകയും വിശ്വാസം നമ്മൾ സ്വീകരിക്കുകയും കൈമാറും ചെയ്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന പീഡനങ്ങളിൽ നമുക്കുണ്ടാകുന്ന കരച്ചില്. എല്ലാവിധ തിന്മകളും നമ്മൾ കള്ളക്കേസ് കൊടുക്കത്തില്ല നമുക്കെതിരെ. എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ മനസ്സിലായി, സുവിശേഷ കൈമാറ്റത്തിലാണ് വിഷയം വരുന്നത്. നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവർ ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് കഥയില്ല. താഴെ വൃത്തിയായിട്ട് കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം, ഈശോയുടെ വചനത്തെ പ്രതി ആയിരിക്കണം. ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്രതി കരയുന്നവർ എന്താ എഴുതിയിരിക്കണത്? കരയുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് പറയണത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെ ആകാം, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ വെച്ച് തന്നെ ആകാം. എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വിശ്വാസം കൈമാറിയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം. എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കണം. ഓക്കെ അല്ലേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.